സോ ഗൈസ്, എനിക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. തൊപ്പി എന്താ മറ്റേ ഷമീർ മറ്റേ മുന്ന അല്ല മമ്മു പിന്നെ ജാസി, ഇത് മറ്റു ജാസി അല്ല, ഇവരുള്ള ഷെഫായിട്ടുള്ള ജാസി, ഇവരുടെ ഇഷ്യൂനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഇന്നലെ തന്നെ വീഡിയോ ഇടാത്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പീന്റെ സൈഡിലുള്ള ഒരു എക്സ്പ്ലനേഷൻ കൂടെ വന്ന് കഴിഞ്ഞിട്ട് സംസാരിക്കാം എന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണത്. ഓക്കെ, അപ്പോ തൊപ്പീന്റെ വീഡിയോ കൂടെ വന്നിട്ടുണ്ട്. ആദ്യത്തെ അലിഗേഷൻ എന്ന് പറയുന്നത് ഈ അച്ചക്കന്റെ പേര് മാറിപ്പോ നിനക്ക്, അതാ മറ്റേടാ മമ്മു മമ്മു തൊപ്പീനെ കൊണ്ട് തൊപ്പീന്റെ ഷഡ്ഡി അടക്കം അലപ്പിച്ചു. അതുപോലെ തന്നെ തൊപ്പീന്റെ ഗേൾ ഫ്രണ്ടിന്റെ പിന്നെ ഇന്നോവിയേഴ്സ് ഒക്കെ നനപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ തന്നെ എനിക്ക് വന്നൊരു തോട്ടാണ് നോർമലി ഒരു ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ എത്ര പൈസ ഉണ്ടാവും? ഒരു 10-25 രൂപ വെച്ചോ, 30 തന്നെ വെച്ചോ. അതൊരു വലിയ എമൗണ്ട് അല്ല തൊപ്പീനെ സംബന്ധിച്ചിടത്തോളം. തൊപ്പീന്റെ വീഡിയോയിൽ പറഞ്ഞു എന്തെന്ന്, ഈ ഷമീറിന്റെയും മമ്മു മിക്കവാറും തന്നെ എന്നോ ഡിവോഴ്സ് ചെയ്യും. മമ്മൂന്റെ എല്ലാം 10 തലമുറക്ക് ഇനി ജീവിക്കാനുള്ളത് ആരുണ്ടാക്കിയിട്ടുണ്ട്? തൊപ്പി ഉണ്ടാക്കി എന്നുള്ളത് ഫസ്റ്റ് വരുന്നത് പറയണേ. ഇനി വരാൻ പോകുന്നത് തൊപ്പിക്ക് ചിലപ്പം ഈ ഇൻകം ടാക്സുകാർ വന്നിട്ട് ഈ സോഴ്സും കാര്യങ്ങളിൽ അന്വേഷിക്കും. നമ്മൾ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു സാധനം പറയുന്ന സമയത്ത് 10 പ്രാവശ്യമെങ്കിലും ആലോചിക്കണം എന്ന് പറയുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. തൊപ്പി ഭയങ്കര ഇതിനാണ് വന്ന് പറഞ്ഞത്, നിങ്ങളുടെയൊക്കെ 3-4 തലമുറക്ക് ജീവിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത് തൊപ്പീന്റെ കഴിവല്ലേ, തൊപ്പീന്റെ കഴിവ് ഉണ്ടാക്കിയിട്ടുണ്ട് 100%. അപ്പോ ഈ വാഷിംഗ് മെഷീനില് ഈ പറഞ്ഞ പോലെ നമ്മുടെ ലോണ്ടറി ബാഗിന്ന് ആ ഒരു സാധനം അങ്ങനെ തന്നെ വാഷിംഗ് മെഷീനിൽ ഇടുക. ഓട്ടോമാറ്റിക് ആണ്, ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വാഷിംഗ് മെഷീൻ ആണ് പിന്നെ തൊപ്പീന്റെ വീട്ടിലുള്ളത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മമ്മൂന് അയച്ചു കൊടുത്ത പൈസേന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് ചിലപ്പോൾ അത് കൊടുത്തതായിരിക്കാം. ഈ ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെ കൊടുത്തതായിരിക്കാം. അതല്ലാത്ത പക്ഷം അതിന്റെ വേറൊരു വശം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയട്ടെ. ഇപ്പൊ ഞാൻ വൈശുവിന് ഒരു 25,000 അങ്ങോട്ട് അയച്ചു കൊടുക്കുകയാണ്. ഞാൻ അവന്റെ അടുത്ത് പറയുന്നുണ്ട്, മോനെ ഇത് ഞാൻ 25 ഇട്ടിട്ടുണ്ട്, നീ ഒന്ന് പിന്നെ ഇത് ലിക്വിഡ് മണി ആക്കി എനിക്ക് തരണം, എനിക്ക് ഒരാൾക്ക് കൊടുക്കാനുള്ള പൈസയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എനിക്ക് ലിക്വിഡ് മണി തരുന്നത് ആരും കാണുന്നില്ല. അതിനെനിക്ക് പ്രൂഫും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ കാണിക്കുമ്പോൾ നാളെ എന്ത് പറയും? നിങ്ങൾ കാണണം, ഞാൻ വൈശുവിന് അയച്ചു കൊടുത്തിട്ടുള്ള 25,000 രൂപയാണിത്, 10,000 രൂപയാണ് അല്ലേ? അങ്ങനെ ഒരു പോസിബിലിറ്റിയും കൂടി അവിടെയുണ്ട്. അങ്ങനെയാണ് എന്നല്ല, പോസിബിലിറ്റിയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇത് പക്ക സ്ക്രിപ്റ്റ് ആണ്. നീ എന്ത് പറയുന്നു? 100%. കാരണം എന്താന്ന് വെച്ചാൽ തൊപ്പി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തൊപ്പീന്റെ ഒരു മൂവിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വരുന്നതിന്റെ ഇടയിൽ ഈ പറഞ്ഞതുപോലെ ഒന്ന് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. ഞാൻ ജെനുവിൻലി വിശ്വസിക്കുന്നു ഇത് സ്ക്രിപ്റ്റ് ആണ്. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് എന്താ ഓരോ വിഷയം ഈ പറയുന്ന മമ്മു, ഷമീർ, ജാസി ഇവരെല്ലാരും കൂടെ തൊപ്പീന്റെ അടുത്ത് വരും. തൊപ്പീന്റെ അടുത്ത് വന്നിട്ട് പറയും, നിഹാദെ ക്ഷമിക്കണം, നീ എന്നോട് ക്ഷമിക്കണം. അപ്പൊ നിഹാദ് എന്ത് പറയും? അത് നമുക്ക് ലൈവ് ഇട്ട് തീരുമാനിക്കാം. അങ്ങനെ തൊപ്പി ഒരു ലൈവ് ഇടും. ലൈവ് ഇട്ടിട്ട് പറയും, അതിന്റെ ലൈവ് ആണെന്നവർ പറയാട്ടാ, എന്നാക്കണ്ടേ ഇവരെന്താ W ഇടുന്ന് പറയും. അപ്പൊ ഓഡിയൻസിൽ ചില ആൾക്കാർ പറയും, പാവങ്ങളല്ലേ അംഗീകരിച്ചു കൊടുക്ക്. പല ആൾക്കാരും പറയും, വേണ്ട, ഇനി എന്തായാലും പുകഞ്ഞ കൊള്ളി പുറത്ത്, ഒരിക്കലും അങ്ങനെ അവരെ വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ അവൻ പറയും, ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നത് ഇവരോട് ക്ഷമിക്കാൻ. ഞാൻ പറയും പിന്നെ എടാ ഭൂരിപക്ഷം ലൈവ് പറയുന്നടാ, ഇവരോട് ക്ഷമിക്കാൻ പറയുന്നടാ, നമ്മ വെറും അങ്ങനെയല്ല, ക്ഷമിക്കണം, നമുക്ക് ക്ഷമിക്കും വൈശു. പിന്നെ ഇവർ വീണ്ടും ഒന്നാവുന്നു, ഇവരുടെ സിനിമ റിലീസാവുന്നു, അപ്പം അതിനൊരു പ്രൊമോഷൻസും കാര്യങ്ങളും ആവുന്നു. 101% ഇത് സ്ക്രിപ്റ്റ് ആണ്. അതല്ലാത്ത പക്ഷം എന്ത് ചെയ്യായിരുന്നു? ടോപ്പിക് എന്ത് ചെയ്യാൻ? ലീഗലായിട്ട് മൂവ് ചെയ്യാനല്ലേ? അതെ, ഇന്നലെ വെറുതെ ലൈവില് വന്നിട്ട് പറയുന്നിട്ട് അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഇത് റീച്ച് പിന്നെ ഈ പറയുന്നത് പോലെ അതിന്റെ പിന്നിൽ ഒരു സ്ക്രിപ്റ്റ് ഇല്ലാത്ത പക്ഷം 100% തൊപ്പിക്ക് എന്തായാലും ലീഗൽ അഡ്വൈസർ ഉണ്ടാവും. അവരുടെ അടുത്ത് എന്ത് ചോദിക്കാം നിങ്ങൾക്ക്? ഈ ഡീഫോമേഷൻ എങ്ങനെ കേസ് കൊടുക്കാം, അല്ലെങ്കിൽ ഇവരെ എങ്ങനെ കൊടുക്കാം? വേറെ വലിയൊരു കോമഡി എന്ന് വെച്ചാല് ഇപ്പൊ കേരളത്തിൽ എന്ത് നടക്കുന്നുണ്ട്? ഓപ്പറേഷൻ തൂഫാൻ. സോ അതിൽ പെടും ഈ പറയുന്ന എന്തൊക്കെ ഡ്രഗ്സ്, എന്തൊക്കെ തരം കോഡ്
എന്തൊക്കെ തരം കോഡ് വെച്ചിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. പിന്നെ എനിക്കുള്ള വേറൊരു വിയോജിപ്പ്, എന്റെ വിയോജിപ്പ് ഞാൻ പറയട്ടെ. ഇപ്പൊ ഞാനും നീയും, ഞാൻ മദ്യപിക്കുന്ന ഒരാളാണ്, നീ മദ്യപിക്കുന്ന ഒരാളല്ല. ഇപ്പോ നമ്മൾ തമ്മിലൊരു ബിസിനസ് ഡീൽ നടക്കുന്നു. അതിന് ഞാൻ ഇവിടെ ഒരു പെഗ് ഒഴിച്ചു വെച്ചിട്ട് നീ അത് മദ്യപിക്കണം എന്ന് എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല നിന്നെ ഒരിക്കലും. ഞാനിപ്പോ നിർബന്ധിച്ചാൽ തന്നെ എനിക്ക് വളരെ പൊളൈറ്റായിട്ട് എന്നോട് പറയാം ഞാൻ മദ്യപിക്കാറില്ല. അതല്ലെങ്കിൽ ആ ഡീല് വേണ്ട നോക്കണം. നീ വർഷങ്ങളായിട്ട് എനിക്ക് മദ്യപിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ താല്പര്യമില്ല എന്ന് തന്നെയാണ്. ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോൾ മദ്യപിച്ചോളണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. മദ്യപിച്ചിട്ട് അതിനൊരു ന്യായീകരണം എന്താണ്? ബിസിനസ്. അപ്പൊ എല്ലാരും ഓരോ പെഗ് ഒഴിക്കുമ്പോൾ അത് അവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ കംഫർട്ടോ, ഈ ബിസിനസ് ഡീലിന് പോകുന്ന നിങ്ങളുടെ കംഫർട്ടോ, ഈ പറയുന്ന ഇവർക്ക് ആർക്കും എന്തില്ല അറിയോ വൈശു? സെൽഫ് റെസ്പെക്ട് ഇല്ല, ഒരു ഡിഗ്നിറ്റി ഇല്ല, യാതൊരു നാണവുമാനവും ഇല്ല. മനസ്സിലായ? പിന്നെ ഇത് നിങ്ങൾ പറയും ചിലപ്പം ഈ ഷമീറിന്റെ എന്തോ ഈ മമ്മുമായിട്ടുള്ള എന്തോ ഒരു സംഭവം, ഗേ പരിപാടികൾ എന്തോ പുറത്തു വിട്ടു, അങ്ങനെയെല്ലാം ചെയ്യും. അവർക്കതൊരു വിഷയമല്ല. കാരണം ലൈവിൽ ഇത്രയും ആൾക്കാർ കാണുമ്പോൾ, ഇപ്പം ഈ നിഹാദ് ആണെന്നുണ്ടെങ്കിലും ഈ മുന്നേ ഈ വരുന്ന സമയത്ത് തൊപ്പി ആയിരുന്ന സമയത്ത് ഓൻ കാണിക്കാത്ത സാധനങ്ങളില്ല. ജോളോച്ചിപ്പ് എന്തോ അല്ലേ ഓൻ ചഡീൻ്റെ ഉള്ളിട്ടത്, അങ്ങനെ ആക്കിയോനാണ്. ഈ ഷമീർ ഓനല്ലേ ലൈവിൽ ചഡിയിട്ട് തുള്ളിയോൻ അല്ലേ? എങ്ങനെയല്ലടാ? 100%. അപ്പൊ ഇവർക്കൊന്നും അതൊരു വിഷയമല്ല. ഇത് പുറത്തു വന്നാൽ തന്നെ ഒരു വിഷയവും ഇല്ല. ഇത് നോക്കിക്കോ മക്കളെ, 101% സ്ക്രിപ്റ്റ്. ഇനി ഇവൻ 1000 തെളിവ് കൊണ്ട് ഇതെല്ലാം ഒരു തെളിവായിരിക്കും. പിന്നെ വേറൊരു സംശയം ഉണ്ടെന്ന് നിർവഹിച്ചു. നിന്റെ ഫോൺ നീ ഒരു കേസിൽ പെടുന്നില്ല, നിന്റെ പേരിൽ ഞാനൊരു കേസ് കൊടുത്തിട്ടില്ല, പിന്നെ എനിക്ക് എങ്ങനെ നിന്റെ കോൾ റെക്കോർഡ് നിന്റെ ഫോൺ ട്രേസ് ചെയ്യാൻ പറ്റും? അതെ, അത് ക്രൈം അല്ല. നിങ്ങൾ അപ്പൊ എങ്ങനെയാണ് നിഹാദിന് ഈ കോൾ റെക്കോർഡുകളെല്ലാം കിട്ടിയത്? പോലീസ് വഴിയാണോ? സൈബർ ഡോം വഴിയാണോ? ആര് വഴിയാണ് കിട്ടിയത്? ഫുള്ള് ഇവര് ടീം അടക്കം നിങ്ങൾ കുറെ ക്രൈം ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോ രണ്ടാമത്തെ കാര്യം, ഇവൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, തൊപ്പി ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, ഇവന് മുമ്പേ അറിയാം എന്തെന്ന്, ഇവര് ഡ്രഗ് യൂസ് ചെയ്യുന്നത് അറിയാം, കുട്ടികൾക്ക് ഡ്രഗ് കലക്കി കൊടുത്ത് ഉപയോഗിക്കുന്നത് അറിയാം. എന്തുകൊണ്ട് പരാതിപ്പെട്ടില്ല? എന്തുകൊണ്ട് ഇവര് പരാതിപ്പെട്ടില്ല? അപ്പൊ അതിന്റെ അർത്ഥം എന്തോന്ന്? എല്ലാത്തിനും കൂട്ടു നിൽക്കുകയും ചെയ്തിട്ട് ഇപ്പം വന്നിരുന്ന് പറയുന്നു ഇവര് ഡ്രഗ് യൂസ്, ഡ്രഗ് ഡീലിങ്. എനിക്കത് മുന്നേ അറിയാം. കേരള പോലീസ് നമ്മളെ ഓപ്പറേഷൻ തൂഫാൻ ടീമിനോടാണ് എല്ലായിടത്തും റൈഡിന് പോണം നിങ്ങള്, അല്ലെ? തൊപ്പിന്റെ അടുത്തും പോണം റൈഡിന്, ഈ പറഞ്ഞ ഷമീറിന്റെ അടുത്തും പോണം. പിന്നൊന്ന് എന്റെ വിയോജിപ്പ് ഞാൻ പറയാം. ഇവൻ പറഞ്ഞു മമ്മൂനെ ചവിട്ടിയതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഓൻ സ്ത്രീകളെ ഡിസ്റെസ്പെക്ട് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങളൊക്കെ ആരാണ് ഈ പറയുന്നത്? ആരാണ് ഈ പറയുന്നത്? ഈ എന്ത് സ്ട്രീമിങ്ങടാ അത്? ഒമേഗിള് അല്ല, തൊപ്പിനുണ്ടല്ലോ ലൊട്ട അങ്ങനെ എന്തോ ഒരു സാധനം. ഇതിലെല്ലാം നിങ്ങൾ ചെയ്യുന്നതോ, സ്ത്രീകൾ ആരെങ്കിലും വരുന്ന സമയത്ത് അവരെ ഒബ്ജക്ടിഫൈ ചെയ്തിട്ട് അവരുടെ ഓരോ ബോഡി പാർട്സിനെയും നിങ്ങൾ പല പല സാധനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നതോ, അത് ഡിസ്റെസ്പെക്ട് അല്ലടാ, അതല്ല. അത് ആശാൻ അടുപ്പിലും തൂറാന്ന് പറയുന്ന പോലെയാണ് ഇവന്റെ അവസ്ഥ. സീരിയസ് ആയിട്ടും അതാണ് ഇവന്റെ അവസ്ഥ. ഇവൻ എന്തും ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ബാക്കിയുള്ളവർ ചെയ്യുമ്പോൾ അവൻ ചവിട്ടും തുപ്പും. പിന്നെ ഞാനിത് ചെയ്യാനുള്ള വേറെ റീസൺ, നമ്മൾ ലൈറ്റ്സ് ഇല്ലേ, ലൈറ്റ്സ് ഗെയിമിങ്, ഓള് ഷീസ് ലൈക്ക് എ സിസ്റ്റർ ടു മീ. ഒരിക്കലും ഓൾ കള്ളത്തരം പറയില്ല. കാരണം ഓളാണെങ്കിലും ഓളെ വീട്ടിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ ഞാനും കണ്ടതാണ്. ഇവരെല്ലാം ഒരു അടിമകളെ പോലെ അല്ലെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എനിക്ക് മുകളിൽ ഒരാൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ഡോമിനന്റ് മൈൻഡ് സെറ്റ് ആണ് ആരുടേത്? തൊപ്പീൻ്റെത്. കുറച്ച് ഈ പറയുന്ന പോലെ പൈസ ആവുന്നത് വരെ അവൻ അങ്ങനെ അല്ലായിരുന്നു. കുറച്ച് പൈസ കാണുന്ന സമയത്ത് ഇങ്ങനെയായി. പക്ഷെ പിന്നെ ഒന്നുണ്ട്, ഞാൻ നിന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ടോന്ന്, വൈശു അതാക്ക്, വൈശു ഇതാക്ക്, അങ്ങനെ ആക്ക്, ഇങ്ങനെ ആക്ക്. നിനക്കൊരു സെൽഫ് റെസ്പെക്ട് ഇല്ലേ? നിനക്ക് ഒരു ഉപകാരം എന്റെ അടുത്ത് ഇല്ലെങ്കിൽ നീ എന്റെ അടുത്ത് നിൽക്കുവോ? ഒരിക്കലും നിൽക്കൂല, ഒരു മനുഷ്യനും നിൽക്കൂല. അതുകൊണ്ട് ഇതെല്ലാം ഇവരെ പറയേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല വണ്ടാറടങ്ങാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കണ്ടോ, ഞാൻ ഈ പറഞ്ഞതുപോലെ നടന്നിട്ടില്ലേ? കണ്ടോ, ഷമീറിന്റെ ഒരു കാലുപിടിയുണ്ട്, മമ്മൂന്റെ ഒരു കാലുപിടിയുണ്ട്. ഇതിനേക്കാളും ഇല്ല അവനെ ഒളിഞ്ഞു നോക്കിയിട്ട് ഇത് വന്നിട്ട് മമ്മൂനെ കരഞ്ഞിട്ട് എടുത്തോനാന്ന് ഇവൻ. അവനെടുക്കും. പിന്നെ നിഹാദ് ഇത്രയെല്ലാം പറഞ്ഞ സ്ഥിതിക്ക് നിഹാദിനോടായിട്ട് ഞാനൊരു കാര്യം പറയാം. നിഹാദിനോടൊന്നല്ല, എല്ലാവരോടുമായിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ പണത്തിനും ഇതേ പരുന്ത് പറക്കില്ല എന്ന് ഞാൻ കുറെ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ഈ ഏത് സിനിമയിലാണെന്ന് അറിയില്ല, നമ്മളെ മമ്മൂക്ക ഒരു ഡയലോഗ് പറയുന്നുണ്ട്,
ഈ പണം കൊടുത്താൽ കിട്ടാത്ത പലതും ഈ ഭൂമിയിലുണ്ടെന്ന് മനസ്സിലായി. സ്നേഹം, ബന്ധം, മനസ്സ്, അങ്ങനൊരു സംഭവം ഉണ്ട് നിഹാദെ. പൈസക്ക് മുകളിൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത കുറെ സാധനങ്ങളുണ്ട് ഈ ലോകത്ത്. അങ്ങനെ ഒന്നാണ് ഈ ബന്ധം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്ന റെസ്പെക്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാനൊന്നും പറ്റില്ല. അത് ഒരാൾക്ക് ഉള്ളിൽ നിന്ന് തോന്നണം. സ്നേഹം എന്നൊക്കെ പറയുന്നത്, അതുകൊണ്ട് പൈസയാണ് എല്ലാം എന്ന് അങ്ങനെ ഒരു വിചാരം നിഹാദിനുണ്ടെങ്കിൽ അത് നല്ലതിനല്ല. പിന്നെ ഞാൻ വേറൊരു നോട്ട് ചെയ്തൊരു കാര്യം ഉണ്ടാകും മനസ്സിലാക്കിയത്. ഇച്ചായന്റെ ഒരു അച്ചായന്റെ ഒരു കേസ് അത് പറഞ്ഞിട്ടില്ല. ഈ അച്ചായന്റെ അമ്മ ഹോസ്പിറ്റലിലുള്ള സമയത്ത് എന്തോ ക്രിപ്റ്റോ ഇഷ്യൂ വന്നു, അത് ഫേക്ക് ആണെന്ന് കമന്റ് ബോക്സിൽ, നിഹാദിന്റെ വീഡിയോന്റെ കമന്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നിഹാദിന്റെ കല്യാണം, റിലേഷൻഷിപ്പ്, അതൊക്കെ അവന്റെ പേഴ്സണൽ വിഷയമാണ്. അത് നീ പേഴ്സണലായിട്ട് വെക്കുന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് വെക്കുക. പക്ഷെ കമന്റ് ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞു അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇവൻ എവിടെയും ഇങ്ങനെ പറയുന്നില്ല, എന്ത് എല്ലാം വിചാരിച്ചതാണ്. എനിക്ക് വൈശുവിന് ഒരു ഐഫോൺ വാങ്ങിത്തരണം എന്നുണ്ടായിരുന്നു, എനിക്ക് വൈശുവിന് ഒരു കാറ് വാങ്ങണം എന്നുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നത് മാത്രമാണ്, ഒന്നും ഇല്ല. അത് മമ്മൂന് ഒരു വീട് വെക്കണം, അതൊന്ന് സ്ലാബ് ഇട്ട് കൊടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നത് മാത്രമാണ്. പിന്നെ മറ്റവന്റെ പെങ്ങളെ കല്യാണം മുന്നിൽ നിന്ന് നടത്തി കൊടുക്കണം എന്നുണ്ടായിരുന്നു, കൊടുത്തിട്ടില്ല. കാരണം ഈ നമ്മള് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, അവരോടാണ് ഞാൻ പറയുന്നത്. നമുക്ക് കുറേ പേഴ്സണൽ മെസ്സേജസ് വരും, ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊക്കെ പേഴ്സണൽ മെസ്സേജസ് വരും. അങ്ങനെ വന്നൊരു സാധനമാണ്. എനിക്ക് സത്യമാണോ അല്ലെന്നൊന്നും എനിക്കറിയില്ല, വന്നൊരു കാര്യമാണ്. ഈ അച്ചായന്റെ അമ്മ ഹോസ്പിറ്റലിലുള്ള സമയത്തുള്ള ഈ ഒരു ക്രിപ്റ്റോന്റെ പരിപാടി ഫേക്ക് ആണെന്നുള്ളത് എനിക്ക് പേഴ്സണലി വന്ന മെസ്സേജാണ്. ഫേക്ക് ആണ്. കാരണം അച്ചായന് പൈസ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തൊപ്പി ചെയ്തൊരു പരിപാടിയാണത്. 20,000 10,000 അങ്ങനെ എന്തോ ആണ് കൊടുത്തിട്ടുള്ളത്. ഇത്ര സാധനങ്ങൾ പൈസ അങ്ങനത്തെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്കറിയില്ല. എനിക്ക് വന്നൊരു കാര്യം പറഞ്ഞു, അതിപ്പോ നിഹാദിന് വേണമെങ്കിൽ വന്നിട്ട് പറയാം അങ്ങനെ ഒരു സംഭവം ഇല്ല, തെളിവ് കാര്യങ്ങൾ എല്ലാത്തിനും തെളിവ് നിലത്തുന്ന ഒരാളാണ് തൊപ്പി. അപ്പൊ അതിനും കൂടെ നിങ്ങൾ തൊപ്പി തെളിവ് അതിന്റെ ആവശ്യമില്ല നമുക്ക്. എനിക്ക് അങ്ങനെ ഒരു മെസ്സേജ് വന്നു, ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇതിൽ വേറെ ഒന്നുമല്ല, ഇതൊരു സീരീസ് പോലെ കുറച്ച് ദിവസം പോവും. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും യൂട്യൂബിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കും, അടിച്ചു പൊളിക്കും. ഈ പറഞ്ഞ പോലെ വീണ്ടും ഇവരിതാവും. ഇതിന് മുന്നേയും ഒരുപാട് സ്ക്രിപ്റ്റുകൾ വന്നിട്ടുണ്ട്, അതിലൊന്നാണിത്. അത്രേ ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. എനിക്കോ അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ അഭിപ്രായം. ബാക്കിലെ വിത്തേശനെ കാണുന്നുണ്ട്.